ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്നിപ്പോൾ നമ്മൾ പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിലരൊക്കെ ഇതിന് ഇഞ്ചിപ്പുളി എന്നും പറയും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് കടുകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വന്നതിന് ശേഷം 1 കപ്പ് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായി കുറച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. 2 നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിങ്ങ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അരമണിക്കൂറോളം ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ പുളിങ്ങ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക വെച്ചാൽ നമുക്കതിൽ വേസ്റ്റൊന്നും ഇല്ലാതെ കിട്ടും. ബാലൻസ് വന്ന പുളിങ്ങയുടേത് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ ഒന്നുകൂടി പിഴിഞ്ഞ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുള്ളൂ. ഒരുപാട് മധുരം വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ട്, ഇനി കുറവ് മതി അതിനനുസരിച്ച് കുറയ്ക്കുക, എന്ത് വേണമെന്ന് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ചിട്ട് വറ്റിയിട്ട് വരട്ടെ. തിളച്ച് വരുന്ന വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കായം ഉലുവയും കൂടിയിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പുളിങ്ങൊക്കെ നന്നായി വറ്റി വന്നതിന് ശേഷം ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് വെച്ചപ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ലോണം തിളച്ച് വറ്റിയിട്ട് നല്ല കറുപ്പ് കളറായി വരട്ടെ. അപ്പോഴാണ് നമ്മുടെ പുളിയിഞ്ചി പാകമായിട്ട് വരിക. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും കറുത്ത പുളിയാണ് എടുക്കേണ്ടത്. സദ്യകൾക്കൊക്കെ വേണ്ടിയിട്ട് പുളിയിഞ്ചി ചെയ്യുക വെച്ചാൽ നമ്മുടെ ഇഞ്ചി വറുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാറുണ്ട്. ഇഞ്ചി ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ അത്യാവശ്യം വറ്റിയിട്ട് നല്ല കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആവുകൊണ്ട് അതിലിരുന്നിട്ടൊന്ന് കുറുകിയിട്ട് വരും. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് കുറുകിയിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും സദ്യക്കൊക്കെ തലേ ദിവസമാണ് പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ മൺചട്ടിയിൽ തന്നെ വയ്ക്കാവും ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതേ. താങ്ക്